കെ.എം. മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കെ.എം. മാണി കാരുണ്യ സ്പർശത്തിന്റെ ഭാഗമായി വൈപ്പിൻകരയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 5 മണ്ഡലങ്ങളിലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പള്ളിപ്പുറം ബഡ്സ് സ്കൂളിൽ സിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു. ഇവിടെ വലിയ പ്രസംഗത്തിന്റെ ഒരു വേദിയല്ല. ഈ കുഞ്ഞുങ്ങൾ മിടുമിടുക്കികൾ മാത്രം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം സിദ്ധിച്ച ആളുകളാണ് ഈ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളല്ല, അവർ അല്പം മുതിർന്ന ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനും എൻ്റെ ഡ്രൈവറുമായിട്ടുള്ള ഫ്രാൻസിസ് ഡിസൂസയുടെ മകൻ ആണ് അവിടെ ഇരിക്കുന്നത്, എപ്പോഴും തിരിഞ്ഞു നോക്കുന്നത്. അതുപോലെ പാട്ടുകളൊക്കെ നന്നായിട്ട് ഞാൻ എഴുതിയ വൈപ്പിൻ എന്ന ഒരു ഗാനം ഞാൻ തന്നെ അറിയാതെ പൂർണ്ണമായിട്ട് പഠിച്ച് ചൊല്ലുന്ന ശിവന്റെ മകനൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കഴിവുള്ളവരാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ദൈവത്തിന് നമുക്ക് കിട്ടിയത് സാധാരണഗതിയിലുള്ള കഴിവുകൾ മാത്രമാണ്. പക്ഷെ ഇവർക്ക് കിട്ടിയത് ഭിന്നമായ കഴിവുകളാണ്. നമുക്ക് ആർക്കും കിട്ടാത്ത പ്രത്യേക വരദാനം, ദൈവത്തിന്റെ വരദാനം സിദ്ധിച്ചവരാണ് ഈ കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ ഇവരാലോചിച്ചപ്പോൾ ഏറ്റവും നന്നായിട്ടുള്ളൊരു കാര്യം ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ അഡ്വക്കേറ്റ് സാബുവാണത് ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് ഇവിടെ വന്ന് പരിചയമുള്ളവരാണ്. ഈ കുട്ടികളെല്ലാം നന്നായിട്ട് അറിയാം, ടീച്ചറിനെ അറിയാം, ഇവിടുത്തെ മറ്റ് പ്രവർത്തകരൊക്കെ അറിയാം. അതുകൊണ്ട് ഇവിടെ അത് ചെയ്താൽ ഏറ്റവും വലിയ പുണ്യസ്പർശം, കാരുണ്യസ്പർശത്തെക്കാൾ പുണ്യസ്പർശമായി മാറുമെന്ന് കണ്ടിട്ടാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളുമായി സന്തോഷിക്കാൻ, അവർക്ക് ഒരല്പം ഭക്ഷണമൊക്കെ പങ്കുവെച്ചു കൊടുക്കാൻ ഇവിടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസി പി തോമസ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് കേരള വനനിയമ ഭേദഗതി ബിൽ മരവിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. ടി.ആർ. അനിൽ, അഡ്വക്കേറ്റ് ജോർജ് പുളിമൂട്ടിൽ, കെ.എസ്. പ്രസാദ്, അഡ്വക്കേറ്റ് വി.പി. സാബു, സുധി എല്ലപ്പറമ്പിൽ, ദീപൻ മരക്കാപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു.